Okay, so next one of your assignment is just write an expression. You simply try as if you are comfortable in writing expressions, simply write what is how to write the solution of quadratic equation. We know the solution form is x1 x2, or two solutions, maybe one solution or negative solution. Solution is equal to minus b plus or minus root of b square minus 4ac all divided by 2a. Okay, so you can simply write, take Python terminal, a equal to give some value, b equal to can you see this? Can you see this? I am simply putting some value, a equal to 3, b equal to 6, c equal to 1 or 2. So we have the three constants a, b, c for the quadratic equation. Quadratic equation, you know, x square plus bx plus c equal to 0. Okay, so you have the a, b, c values. So solution for x can have uh, two solutions or one solution depending upon the value of a, b, and c, or depending upon the value of discriminant. Okay, so discriminant. So uh, one option I told you how to write the square root, how to find the power. Yesterday we found that how to write the power. You can put the double asterisk. So double asterisk, after double asterisk you put 0.5. So that is the square root. One way to find the square root. Is that clear? See, suppose I am going to write d equal to uh, b square. So b, I can write b star star 2 or b into b. So whatever way you can write b square, then minus 4 into a into c. So I will just zoom this, view zoom in, view zoom in. കാണാൻ പറ്റുന്നില്ലേ ഇത് നിങ്ങൾക്ക്? a equal to 3, b equal to 6, c equal to 2. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഹലോ, കസ്തലീൻ എന്താ പറയണേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ലെങ്കിൽ ഇതാക്കോ a equal to 3, b equal to 6, c equal to 2. ഞാൻ വെറുതെ റാൻഡം ആയിട്ട് രണ്ട് വാല്യൂ കൊടുത്തു. ഓക്കെ, so I am simply calculating d discriminant d equal to b square minus 4ac. Okay, so let me find square root കാണുന്നതിന് മുമ്പ് ഇതിന്റെ വാല്യൂ എത്രയാന്ന് നോക്കുക. d, ഇപ്പൊ d കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എനിക്ക് വെറുതെ d അടിച്ചാൽ മതി. ഇപ്പൊ d 12 ആണ്, പോസിറ്റീവ് ആണ്, ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ എനിക്ക് അതിന്റെ റൂട്ട് കാണാം. ഓക്കെ, അപ്പൊ d പ്രിന്റ് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ പ്രിന്റ് d എന്ന് പറഞ്ഞാലും മതി. പ്രിന്റ് d, മനസ്സിലായോ? വെറുതെ അത് ഇപ്പൊ നമ്മള് പ്രോഗ്രാം എഴുതുമ്പോൾ വെറുതെ ഡി എഴുതാൻ പറ്റൂല, പ്രിന്റ് ഡി എന്ന് കൊടുക്കേണ്ടി വരും. പ്രോഗ്രാമിന്റെ ഉള്ളിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ പ്രിന്റ് ഡി എന്ന് കൊടുക്കണം. ഇപ്പൊ പ്രിന്റ് ഡി ഒരു ഔട്ട്പുട്ട് കമാൻഡ് ആണ്. അതിന്റെ പർപ്പസ് എന്താണ്? എന്താണോ ഔട്ട്പുട്ട് അത് സ്ക്രീനിലേക്ക് ഡംപ് ചെയ്യുക എന്നാണ് അർത്ഥം. പ്രിന്റിന്റെ മീനിങ് ഇവിടെ കിട്ടിയില്ലേ? നമുക്കിപ്പോ ഇന്ററാക്റ്റീവ് ടെർമിനലാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യണത്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഡി അടിച്ചാൽ മതി. ഡി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. കണ്ടില്ലേ 12 ഡിസ്പ്ലേ ചെയ്തത്. പക്ഷെ പ്രോഗ്രാമിൽ അത് പറ്റൂല. പ്രോഗ്രാമിൽ നമ്മൾ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? പ്രിന്റ് ഡി കൊടുക്കണം. അപ്പൊ പ്രിന്റ് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഡി കൊടുത്താൽ ഡിയുടെ വാല്യൂ സ്ക്രീനിലേക്ക് ഡംപ് ചെയ്യും, സ്ക്രീനിലേക്ക് അങ്ങോട്ട് ഇടും. മനസ്സിലായില്ലേ?
അല്ലെങ്കിൽ പ്രിന്ററിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഡി ഡിസ്ക്രിമിനന്റ് ഇതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി വേണം അതിന്റെ റൂട്ട് കാണണം. അപ്പൊ നമുക്ക് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് റൂട്ട് കാണാനായിട്ട് ഡബിൾ ആസ്ട്രിക് ഇടുക, പവർ കാണും, എന്നിട്ട് 0.5 ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാഫ് ബ്രാക്കറ്റിൽ ഹാഫ് ഇട്ടാലും മതി. ഇപ്പൊ ഞാൻ തൽക്കാലം 0.5 അല്ലെങ്കിൽ 0.5 എന്ന് ഇട്ടാലും മതി. 0.5. അപ്പൊ അതിന്റെ റൂട്ട് കണ്ടുപിടിക്കും. ഇപ്പൊ ഡി കണ്ടു കഴിഞ്ഞാൽ നോക്കൂ, കണ്ട 3.46. അതാണ് എന്റെ 12ന്റെ റൂട്ട്. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നമ്മൾ x1 എങ്ങനെ കണ്ടുപിടിക്കും? സോ ഫസ്റ്റ് സൊല്യൂഷൻ, നമ്മൾ x1 ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഉണ്ട്, അതിലെ പ്ലസ് എടുക്കുക ആദ്യം. ഓക്കെ, മൈനസ് ബി പ്ലസ് ഡി ഡിസ്ക്രിമിനന്റ് ഓൾ ഡിവൈഡഡ് ബൈ 2a ആണ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബ്രാക്കറ്റ് ഇടേണ്ടി വരും. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 into a എന്ന് ഇടണം. മനസ്സിലായ? പക്ഷെ ഇതിലൊരു തെറ്റുണ്ട്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആർക്ക് പറയാൻ പറ്റുക? നോക്കൂ, ഞാൻ ന്യൂമറേറ്റർ മൊത്തം ഒരു ബ്രാക്കറ്റിൽ ഇട്ടു. മൈനസ് ബി പ്ലസ് മൈനസ് അടുത്തേൽ എഴുതാം, ഡി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഡിവൈഡഡ് ബൈ 2a എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു എറർ ഉണ്ട്. എന്താണ് എറർ? ആരാ പറയാ? പ്രോഗ്രാമിംഗ് പഠിച്ചവര് പറഞ്ഞേ. 2 into a ബ്രാക്കറ്റിൽ ഇടും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇത് കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യം സ്ട്രെസ് ചെയ്ത് പറയണേ. ശ്രദ്ധിക്കണം. ഡിവൈഡഡ് ബൈ 2 എന്നാണ് ചെയ്യുള്ളൂ. ഇൻറ്റു എ എന്നുള്ളത് മുകളിലാ ചെയ്യാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സാധനം ചെയ്യും, പക്ഷെ ഉത്തരം കിട്ടുന്നത് തെറ്റായിരിക്കും. മനസ്സിലായ? മൈനസ് ബി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ 2, പിന്നെ മുകളില് ഇൻറ്റു എ എന്ന് വരും. നമുക്ക് വേണ്ടത് അടിയിൽ 2a ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ ആ ഉത്തരം തെറ്റും. മനസ്സിലായോ? ഇതാണ് x1 ഒരു റൂട്ട്. അപ്പൊ x1 കണ്ടുപിടിച്ചു. ഇനി x1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കാണാം. -0.422 ആണ് ഉത്തരം. അതുപോലെ രണ്ടാമത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? x2 ഈക്വൽ ടു, ഇവിടെ മൈനസ് ആക്കിയാൽ മതി, മൈനസ് ബി മൈനസ് ഡി ഓൾ ഡിവൈഡഡ് ബൈ 2a എന്നിട്ടാൽ x2 കിട്ടും. അപ്പൊ x2 കണ്ടുപിടിക്കാം. ഇത് -1.577 ആണ്. ഓക്കെ, അപ്പൊ രണ്ട് റൂട്ട് കിട്ടി. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പല ABC വാല്യൂസ്, ഇനി ABC വാല്യൂസ് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ഈ പൈത്തണിലും കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ആർ യൂസിങ് പൈത്തൺ ആസ് എ കാൽക്കുലേറ്റർ. ഒരു കാൽക്കുലേറ്റർ പോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാൽക്കുലേറ്റർ ചെയ്യണ പോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ നമ്പറൊക്കെ കൊടുത്തിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. വേരിയബിൾ ഒക്കെ കൊടുത്തിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. വേരിയബിൾ നെയിം ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ അസൈൻ ചെയ്യാം, വലിയ ഇക്വേഷൻ ഒക്കെ എഴുതാം, അത് ഡിസ്പ്ലേ ചെയ്യാൻ പറയാം. അപ്പൊ പൈത്തൺ ഇന്ററാക്റ്റീവ് പ്രോംപ്റ്റിൽ അതൊക്കെ നടക്കും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ നിങ്ങൾ ഒരു കമാൻഡ് കൂടെ പഠിപ്പിക്കാം. ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ കൂടെ പഠിപ്പിക്കാം. ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ കൂടെ, അതാണ് പെർസെന്റേജ് സിമ്പൽ. പെർസെന്റേജിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് കാണാനാണ്. മോഡുലസ് ആഫ്റ്റർ ഡിവിഷൻ അല്ലെങ്കിൽ റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ. മോഡ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ. ഇപ്പൊ ഞാനിങ്ങനെ വേറൊരു ഓപ്പറേറ്റർ പഠിപ്പിക്കാം. ഇപ്പൊ 5 മോഡ് 2 കണ്ടില്ലേ? പെർസെന്റേജ് സിമ്പിൾ ഇട്ടത് 5 മോഡ് 2. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും? 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഉത്തരം 2 കിട്ടും, റിമൈൻഡർ 1 വരും. ആ റിമൈൻഡർ ആണ് കാണിക്കുക.
അപ്പൊ ഈ 5 മോഡ് 2ന്റെ ഉത്തരം 1 ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ പെർസെന്റേജ് ഓപ്പറേറ്റർ എന്താണ്? അത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ. ക്ലിയർ ആയില്ലേ? അപ്പൊ പുതിയൊരു ഓപ്പറേറ്റർ പഠിച്ചില്ലേ, പെർസെന്റേജ് സിമ്പിൾ. ഈ വേറെ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറയാം. 1 മോഡ് 2 ഉത്തരം പറയൂ ആരെങ്കിലും? 1 മോഡ് 2 ആൻസർ പറയൂ. ആരെങ്കിലും? ഇങ്ങനെ നിങ്ങൾ ഓരോ ഓപ്പറേറ്റർ പഠിക്കുമ്പോഴും അതിന്റെ പല പല കോമ്പിനേഷൻസ് ചെയ്ത് നോക്കണം കേട്ടാ. നിങ്ങൾക്ക് കംഫർട്ട് ആവണ വരെ ഇതിന്റെ പല പല ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുക, റിസൾട്ട് നിങ്ങൾ പറയാ, എന്നിട്ട് ഉത്തരം ശരിയാണോ നോക്കുക. അങ്ങനെയാണ് ഇത് പഠിക്കുക. ഇതിന്റെ ഉത്തരം പറഞ്ഞ ആരെങ്കിലും? 1 മോഡ് 2 1 ആയിരിക്കും. ഓക്കെ. അതുപോലെ ഞാൻ വേറെ പറയാം. 3 മോഡ് 4 ഉത്തരം എത്രയായിരിക്കും? 3 മോഡ് 4 3 ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടാണോ പറയണേ? ചെയ്ത് നോക്കാണ്ട് പറയണം കേട്ടോ, നമ്മൾ ആലോചിച്ച് പറയണം. അതുപോലെ 15 മോഡ് 5 എത്രയാ? ഉത്തരം 0. കണ്ടില്ലേ? അതായത് റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ മോഡ് ഓപ്പറേറ്ററിന്, അപ്പൊ ഇതിന് മോഡുലസ് അല്ലെങ്കിൽ മോഡ് ഓപ്പറേറ്റർ എന്നാണ് പറയാം. മോഡുലസ് അല്ല, മോഡ് ഓപ്പറേറ്റർ. ഓക്കെ. അപ്പൊ ഈ മോഡ് ഓപ്പറേറ്ററിന് അല്ലെങ്കിൽ പെർസെന്റേജ് സിമ്പിളിന് നമ്മൾ ഇന്നലെ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന്റെ അതേ പ്രിസിഡൻസ് തന്നെയാണ്. നമ്മൾ ഇന്നലെ പ്രിസിഡൻസ് പഠിച്ചില്ലേ, ഏത് ഓപ്പറേഷനാണ് ആദ്യം ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആൻഡ് മോഡുലസിന് ഒരേ പ്രിഫറൻസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഞാൻ നിങ്ങളെ വേറൊരു സംഭവം കൂടെ പറഞ്ഞുതരാം. അത് നമ്മുടെ ബുക്കിലില്ല. ഇപ്പൊ നമ്മൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് വെച്ചോ, 5 into 3 + 4 അല്ല +4 അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നമ്മളിപ്പോ നടത്തി. ഓക്കെ. ഉത്തരം എത്രയാ? 19. ഞാൻ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പറഞ്ഞ അടിച്ചു, അത്രേ ഉള്ളൂ. ഈ ലാസ്റ്റ് ഡിസ്പ്ലേഡ് റിസൾട്ട് എപ്പോഴും ഈ അണ്ടർസ്കോർ ക്യാരക്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോ വെറുതെ അണ്ടർസ്കോർ അടിക്കുകയാണെങ്കിലും ഈ ഉത്തരം വരും. കണ്ട 19 കണ്ട, അണ്ടർസ്കോർ ക്യാരക്ടറിൽ ഈ ലാസ്റ്റ് സേവ്ഡ് റിസൾട്ട്, ലാസ്റ്റ് ഓപ്പറേഷന്റെ റിസൾട്ട് എപ്പോഴും പൈത്തൺ സ്റ്റോർ ചെയ്യും. ക്ലിയർ ആണോ? അതൊക്കെ ഇതിന്റെ ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്. പൈത്തൺ ഇങ്ങനെ ഒരുപാട് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊന്നും നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാം. അണ്ടർസ്കോർ ക്യാരക്ടർ എപ്പോഴും ലാസ്റ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇനി ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോണത് വേറെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ആണ്. ആ ഓപ്പറേറ്റേഴ്സിന്റെ പേര് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്താണ്? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അത് ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? എക്സ്പോണൻസിയേഷൻ. എക്സ്പോണൻസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കാണാം, അത് ഡബിൾ ആസ്റ്ററിസ്ക്. ഓക്കെ. അതുപോലെ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രിസിഡൻസ്. അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ്, മോഡ്. അത് കഴിഞ്ഞാൽ പ്ലസും മൈനസും. ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ച അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അറിയാലോ, കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇനി നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോണത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ശ്രദ്ധിക്കുക, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്.
അത് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 6 എണ്ണം ഉണ്ട്. 6 എണ്ണം. അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആരെങ്കിലും ഉത്തരം പറയും? കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആരാ പറയാ? What is the difference between a calculator and a computer? ആരാ പറയാ? പഠിച്ചവര് പറയൂ. കേൾക്കുന്നുണ്ടോ? ഹലോ, ഇന്ന് 33 പേരുള്ളല്ലോ. ആരാ പറയാ? ഡിഫറൻസ് ബിറ്റ്വീൻ കാൽക്കുലേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. പറയൂ. ഞാൻ പറയണ? അറിയില്ല എന്ന് പറഞ്ഞോ, ഞാൻ പറയാം. പഠിച്ചവര് പറ. +2 സോഫ്റ്റ്വെയർ പഠിച്ചവര്, പ്രോഗ്രാമിംഗ് പഠിച്ചവര് പറയും. പറയണ്ട, സമയങ്ങളല്ലേ. ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഉത്തരം പറയാത്തപ്പോൾ എൻ്റെ കാര്യം ഒന്നില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഓണാക്കി വെച്ച് പോയിണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുക. എല്ലാരെയും കൊണ്ട് വീഡിയോ ഓൺ ആക്കിപ്പിക്കണേ. പറയൂ ആരെങ്കിലും. പറയൂ. ഹലോ, +2 സോഫ്റ്റ് പ്രോഗ്രാമിംഗ് പഠിച്ചവരാരാ? കമ്പ്യൂട്ടർ പഠിച്ചവര്? നേരത്തെ ആരും ഉത്തരം പറയണ്ടായേ? ഹലോ, നേരത്തെ ആരോ ഉത്തരം പറയണ്ടായേ? ഹലോ സാർ, ഞാനായിരുന്നു. ഞാൻ ബയോ ആയിരുന്നു. അപർണ. അപർണനെ ഞാൻ എപ്പോഴും പിടിച്ചോ. അപർണ പറയൂ. ഞാൻ ബയോളജി ആയിരുന്നു സാർ. ബയോമാക്സ് ആയിരുന്നു. അപ്പൊ കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലേ? ഇല്ല. +2 കമ്പ്യൂട്ടർ പഠിച്ചവരാരാ? ആരുമില്ല. +2 കമ്പ്യൂട്ടർ പഠിച്ചവരില്ല? വേഗം പറയൂ, സമയങ്ങളല്ലേ. അന്ന് തന്നെ ഞാൻ നിങ്ങളെ ഉത്തരം പിന്നെ പറഞ്ഞാൽ മതി. ഞാൻ ഉത്തരം ഇപ്പൊ പറയണില്ല. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വേരിയബിൾ ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരു രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ A > B ആണോ എന്ന് ചോദിച്ചാൽ പൈത്തൺ അതിന് ഉത്തരം തരും. ട്രൂ ആണെങ്കിൽ ട്രൂ പറയും, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഒക്കെ ഉണ്ട് ഓൾറെഡി ഇവിടെ. നമ്മൾ നേരത്തെ കൊടുത്തതാണല്ലോ. എ ഇവിടെ ഉണ്ട്, A 3 ആണ്, B 6 ആണ്. അല്ലെങ്കിൽ വാരിയബിൾസ് തന്നെ വേണമെന്നില്ല, നമുക്ക് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ 4 ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുക. ഗ്രേറ്റർ ദാൻ 4 ഗ്രേറ്റർ ദാൻ 3. ഉത്തരം എന്തായിരിക്കും? പൈത്തൺ എന്താ എഴുതി കാണിച്ചേ? ട്രൂ. കണ്ട, ഗ്രേറ്റർ ദാൻ സിമ്പിൾ കണ്ടില്ലേ? 4 ഗ്രേറ്റർ ദാൻ 3, ആൻസർ ഈസ് ട്രൂ. ഇങ്ങനെ എന്ത് ചോദിച്ചാലും പൈത്തൺ ഉത്തരം പറയും. ഇപ്പൊ ഞാൻ 4 ലെസ് ദാൻ 3 എന്ത് പറയും? ഫോൾസ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ഈ ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ അതിന്റെ
ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി കൊടുക്കാം. നമ്മൾ എയിലും ബിയിലും വാല്യൂ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ കണ്ട എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 6 ആണ്. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി കൊടുത്താൽ ഫോൾസ് പറയും. 3 ഗ്രേറ്റർ ദാൻ 6 ആണോ എന്ന് ചോദിക്കണേ, ഫോൾസ്, ഉത്തരം ഫോൾസ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ശരിക്കും ഇത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ കാൽക്കുലേറ്ററിൽ ഇല്ലത്. നിങ്ങൾ ചെയ്യുന്ന കാൽക്കുലേറ്ററിൽ ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഇല്ല. ഇതിനെയാണ് നമ്മൾ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയാം. ഇവിടെ എത്ര വലുതാന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ 100 ഗ്രേറ്റർ ദാൻ 3 എന്ന് ചോദിച്ചാലും ഉത്തരം ട്രൂ എന്നേ പറയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എത്ര വലുതാന്നല്ല പറയണേ, ലോജിക്കൽ ആൻസർ ആണിത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു വ്യത്യാസം. കമ്പ്യൂട്ടറിന് ലോജിക്കൽ ഉത്തരം പറയാൻ പറ്റും. നമ്മള് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. നമ്മുടെ ലോജിക്ക് ഇൻക്രീസ് ചെയ്യാം. എന്ത് കാര്യം കേട്ടാലും നമുക്കതിന്, നമ്മള് ചെറുപ്പത്തിൽ തന്നെ നമുക്കൊന്നും അറിയില്ലല്ലോ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒന്നും അറിയില്ല. ഈ എഡ്യൂക്കേഷൻ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു പർപ്പസ്, മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നോളേജ് വേണം. രണ്ടാമത്തെ ഒരു കാര്യമാണ് ലോജിക്ക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. രണ്ട് കാര്യങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ, ഒന്നോ അതിലധികം കാര്യങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ. നല്ലത് ഏതാ, പൊട്ടയേതാ, വലുതേതാ, ചെറുതേതാ, നീളം കൂടിയത് ഏതാ, കുറഞ്ഞത് ഏതാ, ഇതൊക്കെ നമ്മൾ ഒരു ലോജിക്കലായിട്ട് നമുക്ക് ബ്രെയിനിന് പ്രോസസ്സ് ചെയ്ത് അപ്പൊ തന്നെ ഉത്തരം നമുക്ക് മനസ്സിലുണ്ടാവണം. മനസ്സിലായോ? ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. അതിന്റെ റിസൾട്ട് ഐദർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പൊ ഞാൻ ആകെ ഉള്ളത് ഞാൻ പറയാം, ആകെ 6 എണ്ണാന്ന് പറഞ്ഞു. ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നോട്ട്സിൽ ഉണ്ട് തോന്നുന്നു. നോട്ട്സ് എവിടെയാ? ഇതിൽ കാണാമല്ലോ. നമ്മൾ നേരത്തെ പഠിച്ച നോട്ട്സില് ഇല്ല. അപ്പൊ ഞാൻ തന്നെ ഇതില് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇതിൽ കാണാനില്ല. അപ്പൊ ഒന്ന് ഇതാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ നോട്ട് ഈക്വൽ ടു, ഈക്വൽ ടു. 6 എണ്ണം. അപ്പൊ ഞാൻ അതിന്റെ ഇപ്പൊ നിങ്ങൾ എങ്ങനെ കാണിച്ചു തരാം? ഇതിൽ കാണിച്ചു തരാം. ന്യൂ ഷെയർ. ഇതിലുണ്ട്, ഇത് കാണിച്ചു തരാം. ഓക്കെ, ഇത് കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഞാൻ ഇതിൽ എഴുതി കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ലെസ് ദാൻ സിമ്പിള്, ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. കാണുണ്ടോ? ഇതിന്റെ കട്ടി വേണമെങ്കിൽ കൂട്ടാൻ തോന്നുന്നു അല്ലെ? ഡ്രോ. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ഇത് വേണ്ട, ഇതുകൊണ്ട് കാണിക്കാം. ഇതാ ഒന്നുകൂടെ ഞാൻ ഇവിടെ എഴുതാം, നിങ്ങൾക്ക് കാണാതെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കാണല്ലേ? ഇനി ഇത് കോമ, ഇത് കോമ, ഇനി ഗ്രേറ്റർ ദാൻ, കോമ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു,
ഇനി നോട്ട് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടുന് ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഒരു ഈക്വൽ ടു. കണ്ടില്ലേ? എക്സ്ക്ലമേഷൻ മാർക്കും ഒരു ഈക്വൽ ടു ഇട്ടാൽ എന്താണ് അർത്ഥം? നോട്ട് ഈക്വൽ ടു. അടുത്തത് ഈക്വൽ ടു, ഈക്വൽ ടു, രണ്ട് ഈക്വൽ ടു എന്ന് വെച്ചാൽ ഇതിന്റെ ഉത്തരം ഇതാണ് ശരിക്കും നമ്മുടെ മാത്തമാറ്റിക്കൽ ഈക്വൽ ടു. രണ്ട് സൈഡും ഈക്വൽ ആണോ എന്ന് കാണിക്കുന്നതാണ് ഈ ഡബിൾ ഈക്വൽ ടു. രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ട്രൂ എന്ന് പറയും, ഈക്വൽ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയും. അപ്പൊ ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ലെസ് ദാൻ ആണെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് ലെസ് ആണെങ്കിൽ ട്രൂ പറയും, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് പറയും. ലെഫ്റ്റ് സൈഡ് ചെറുതാണെങ്കിൽ ട്രൂ പറയും, ലെഫ്റ്റ് സൈഡ് വലുതാണെങ്കിൽ ഫോൾസ് പറയും. ഇനി ഇതില് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും മതി. ലെസ് ദാൻ ആണെങ്കിലും ട്രൂ പറയും, ഈക്വൽ ടു ആണെങ്കിലും ട്രൂ പറയും. അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ലെഫ്റ്റ് സൈഡിൽ ഗ്രേറ്റർ ആണെങ്കിൽ ട്രൂ പറയും, ലെഫ്റ്റ് സൈഡിൽ സ്മോളർ ആണെങ്കിൽ ഫോൾസ് പറയും. ഇനി ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ആണെങ്കിലും ഈക്വൽ ടു ആണെങ്കിലും ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് പറയും. ഇനി അടുത്തത് നോട്ട് ഈക്വൽ ടു. ഈക്വൽ, രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ മാത്രം ട്രൂ പറയും. അല്ല സോറി, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ട്രൂ പറയും. രണ്ട് സൈഡും നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ട്രൂ പറയും, അല്ലെങ്കിൽ ഫോൾസ് പറയും. ഇത് രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ട്രൂ പറയും, ഈക്വൽ അല്ലെങ്കിൽ ഫോൾസ് പറയും. ക്ലിയർ ആണോ? 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഞാൻ വേണേ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇനി പോട്ടെ, ഇതിന് വേണ്ടല്ലോ. ന്യൂ ഷെയർ, ഇതെവിടെ പോയി? ഇത് പോട്ടെ. ന്യൂ ഷെയർ എന്താ പറയാ? ഓക്കെ, നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, പറഞ്ഞോ. സൗണ്ട് നിങ്ങളെ ഒന്ന് പുറത്ത് കേൾക്കട്ടെ. മടി വിചാരിക്കണ്ട കേട്ടാ, മടിയൊക്കെ പോട്ടെ. ഉത്തരം ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അപ്പൊ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഞാനപ്പോ ഈ 6 എണ്ണത്തിന്റെയും ഉത്തരം കാണിക്കാം. 6 എണ്ണത്തിന്റെ എക്സാമ്പിൾ കാണിക്കാം. ഇനിയിപ്പോ എ ബി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ കാണിക്കാം. ലെസ് ദാൻ പഠിച്ചില്ലേ? ഇപ്പൊ 3 ലെസ് ദാൻ 7, ഉത്തരം ട്രൂ. ഓക്കെ. ഇനി 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, അപ്പോഴോ ഉത്തരം എന്തായിരിക്കും? ട്രൂ ആയിരിക്കും, കാരണം 3 ചെറുതാണ്, ഉത്തരം ട്രൂ ആണ്. ഇനി 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിലോ? അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആയി. 3 ലെസ് ദാൻ അല്ല, പക്ഷെ ഈക്വൽ ടു ആണ്, അപ്പോൾ ഉത്തരം ട്രൂ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇങ്ങനെ എല്ലാ ട്രയലും നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഈ കമാൻഡുകളൊക്കെ, പൈത്തൺ ഓപ്പറേറ്റേഴ്സ്, കമാൻഡ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവണ വരെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടാ. ഒരെണ്ണം പഠിച്ചു എന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യാതിരിക്കരുത്. നെക്സ്റ്റ് ഡേയിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഈ ലെസ് ദാൻ പഠിച്ചു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പഠിച്ചു. ഇനി ഗ്രേറ്റർ ദാൻ. ഓക്കെ, 5 ഗ്രേറ്റർ ദാൻ 2, ഉത്തരം ട്രൂ. ഇനി 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ഉത്തരം ട്രൂ. ക്ലിയർ അല്ലേ? ഗ്രേറ്റർ ആണ്. ഇനി 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, അപ്പൊ ഉത്തരം ട്രൂ ആയിരിക്കും, കാരണം 5 ഗ്രേറ്റർ അല്ല, പക്ഷെ ഈക്വൽ ടു ആണ്. സോ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, ഉത്തരം ട്രൂ.
5 greater than or equal to 6. ഉത്തരം false. കണ്ടില്ലേ? ഇനി പഠിക്കാനുള്ളത് നോട്ട് ഈക്വൽ ടു. അത് 5 ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക, എന്നിട്ട് ഈക്വൽ ടു ഇടുക. അതാണ് നോട്ട് ഓപ്പറേഷൻ. 5 നോട്ട് ഈക്വൽ ടു 7. എത്രയായിരിക്കും ഉത്തരം? 7 ഈക്വൽ ആണോ? അല്ല. 5 നോട്ട് ഈക്വൽ ടു 7 ഉത്തരം ട്രൂ. കണ്ട? ഇനി 5 നോട്ട് ഈക്വൽ ടു 5 ഉത്തരം false. ക്ലിയർ അല്ലേ? ഇനി ഈക്വൽ ടു ഇതാണ് നമ്മൾ സാധാരണ മാത്തമാറ്റിക്സിൽ ഈക്വൽ ടു. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ ഈക്വൽ ടു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് അസൈൻ ചെയ്യും. പക്ഷെ ഈ ഡബിൾ ഈക്വൽ ടു എന്നാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ. 5 ഈക്വൽ ടു 5 ഉത്തരം ട്രൂ. മനസ്സിലായ? 5 ഈക്വൽ ടു 8 ഉത്തരം false. പഠിച്ചില്ലേ? അപ്പൊ ഈ 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പല കണ്ടീഷൻസ് ഉണ്ടാക്കുക. പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് പല കണ്ടീഷൻസ് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ എന്താ സംഭവിക്കണേ? രണ്ട് സൈഡും തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് ഉത്തരം 2 ഓപ്ഷൻ ഉള്ളൂ. ഐദർ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. മനസ്സിലായോ? ഇതിനാണ് ലോജിക്കൽ റിസൾട്ട് എന്ന് പറയാം. ലോജിക്കൽ റിസൾട്ട്. ഇതാണ് കാൽക്കുലേറ്റർ കമ്പ്യൂട്ടർ തമ്മിലുള്ള വ്യത്യാസം. കമ്പ്യൂട്ടറിന് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്ററിന് അത് പറ്റില്ല. അതിനു വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ എന്തുണ്ട്? ഒരു ആലു ഉണ്ട്. ആലു. എന്നിട്ട് ആലു ആരാ പറയാ? അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട് അതിൽ. നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു പ്രോസസ്സർ ഉണ്ടെന്ന് അറിയാം അല്ലെ, മൈക്രോ പ്രോസസ്സർ. ഈ മൈക്രോ പ്രോസസ്സറിന്റെ ഉള്ളിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്. ALU ആലു എന്നാണ് പറയുന്നത്. ആലു. ഈ ആലു ആണ് കമ്പ്യൂട്ടറിനെ ഇത്രയ്ക്ക് പവർഫുൾ ആക്കണം. മനസ്സിലായില്ലേ? സാധാരണ ഒരു ലാപ്ടോപ്പിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഇത്രയ്ക്ക് കാൽക്കുലേറ്ററിനെ പവർ ഉണ്ടാക്കുന്നത് ആലു ആണ്. ആലു. അരിത്തമെറ്റിക് നമുക്കറിയാം, അരിത്തമെറ്റിക് കാൽക്കുലേറ്ററിലുണ്ട്. പക്ഷെ ലോജിക്കല് ഇതിലുള്ളൂ. ക്ലിയർ അല്ലേ? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് 2 ഓപ്പറേഷനും കാൽക്കുലേറ്ററിൽ പറ്റും. ഈ കമ്പ്യൂട്ടറും റോബോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? കമ്പ്യൂട്ടറും റോബോട്ടും തമ്മിൽ വ്യത്യാസം എന്താ? റോബോട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മനുഷ്യൻ പോലെയുള്ള റോബോട്ടൊക്കെ ആണെങ്കിൽ എന്ത് വേണം? അതിനൊരു ഹ്യൂമർ സെൻസ് കൂടെ വേണം. ലോജിക്ക് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യനാവില്ല. അല്ലെങ്കിൽ ഒരു ഹ്യൂറിസ്റ്റിക് അപ്രോച്ച്, ഒരു ഹ്യൂമർ സെൻസ് വേണം റോബോട്ടാണെങ്കിൽ. നമ്മൾ എന്തെങ്കിലും ഒരു തമാശയൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിന് മനസ്സിലാവണ പോലെ, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ ചിരിക്കുന്ന പോലെ. ചിരിയാണല്ലോ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത്. മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമാക്കുന്നത് എന്താണ്? മനുഷ്യനെ ചിരിക്കാനുള്ള കഴിവാണ് അല്ലെ? മൃഗങ്ങൾ ചിരിക്കാറില്ല, മനുഷ്യൻ ചിരിക്കും. കാരണം അത് ഈ ലോജിക്കൽ ഇതിന്റെ ഒരു റിസൾട്ടാണ്. അത് ലോജിക്ക് ഉണ്ടായതിനു ശേഷം നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം വന്നാൽ നിങ്ങൾ ചിരിക്കും, സങ്കടം വന്നാൽ നിങ്ങൾ കരയും. ഇതാണ് മനുഷ്യരും. ഇങ്ങനെയാണ് ആധുനികം അല്ലെങ്കിൽ മോഡേൺ മനുഷ്യൻ ഇങ്ങനെയാണ്. ചിരിയും കരച്ചിലും ഒക്കെയാണ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തം ഉണ്ടാക്കുന്നത്. മൃഗങ്ങൾ കരയാറുണ്ട്, കാരണം അവരുടെ പാർട്ട്ണറൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് സങ്കടമൊക്കെ വരും. പക്ഷെ അവർ ചിരിക്കാറില്ല. ആ ചിരിയാണ് നമ്മളെ മനുഷ്യരാക്കണത്. അപ്പൊ നിങ്ങൾ ചിരിക്കാൻ മറക്കരുത്. കിട്ടുന്ന ചാൻസിലൊക്കെ ചിരിക്കണം. ആ ചിരിയാണ് നമ്മളെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കുന്നത്. ചിരിയാണ്. അപ്പൊ കിട്ടിയ താപ്പിലൊക്കെ ചിരിച്ചോളാം. ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ നേതാക്കളൊന്നും ആക്കില്ല, പക്ഷെ നേതാവ് ആവാൻ ഉദ്ദേശമില്ലാത്തവരൊക്കെ ചിരിച്ചോളും. നേതാവ് വല്ല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവൊക്കെ ആവണമെങ്കിൽ നമ്മൾ ബലം പിടിച്ചിങ്ങനെ ഇരിക്കണം, അയർ പിടിച്ചിരിക്കണം. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇയാൾ ഭയങ്കര ഗൗരവമുള്ള ആളാണെന്ന് വിചാരിക്കും. പക്ഷെ മനുഷ്യനാക്കണത് ഈ ഹ്യൂറിസ്റ്റിക് സെൻസ് ആണ്. ഹ്യൂമറാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണത്, 7 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. 7 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. 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 7 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്
ചില ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് സാധാരണ നമ്മൾ കണ്ടീഷൻസ് ഉണ്ടാക്കുക. കണ്ടീഷൻ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്ക്രിമിനന്റ് കണ്ടില്ലേ, ഡിയുടെ വാല്യൂ എത്രയായിരുന്നു? ഇത്രയായിരുന്നു. കണ്ട, ഡി ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡി ഇതായിരുന്നു 3.46. ഡി സ്ക്വയർ 12 ആയിരുന്നു. അപ്പൊ ഡി റൂട്ട് കണ്ടപ്പോ നമ്മൾക്ക് എത്ര കിട്ടി? 3.46 എന്ന് കിട്ടി. ഓക്കെ, ഇത് ഈ ഡിയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് സാധാരണ ഇപ്പൊ ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് 4ac അല്ലേ. അപ്പൊ ബി സ്ക്വയർ വലുതാണോ ചെറുതാണോ ഈക്വൽ ആണോ, ബി സ്ക്വയറും 4ac ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ട്